14-ാം വയസ്സിൽ അഭിരാമിയുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. 1. അവൾക്ക് ആദ്യമായി ഒരു പ്രേമലേഖനം ലഭിച്ചു. 2. അവൾ എന്നേക്കുമായി ഒരു മുതിർന്ന കുട്ടിയായി. ഇതിൽ ഒന്നിൻ്റെ പരിണതഫലമായി മറ്റേത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. 60-ലും പ്രേമലേഖനങ്ങൾ എഴുതുന്നവരും വായിക്കുന്നവരുമുണ്ട്. 8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരെ പോലെ പെരുമാറുന്ന കുട്ടികളുമുണ്ട്. പക്ഷേ ഓർത്തു ചെന്നാൽ എല്ലാവർക്കുമുണ്ട് ഒരു പ്രായം, അവിസ്മരണീയമായ ഒരു സന്ദർഭം, ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിച്ചു കളയുന്ന ഒരു പ്രത്യേക കാലഘട്ടം. അത് 16-ലായെന്ന് വരാം, 60-ലുമാവാം. ജീവിതത്തിന് വ്യവസ്ഥ എന്നൊന്നില്ലല്ലോ. എന്നാൽ അത്തരമൊരു സംഭവത്തിലൂടെ കടന്നുപോയ ഒരാൾക്കും പിന്നീട് അയാളായി തുടരാൻ സാധ്യമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ തകർന്നു ചിതറും. അതിനുശേഷവും നമ്മൾ ചിരിക്കും, പക്ഷേ അതിൽ ഹൃദയം തുളുമ്പുകയില്ല, തീർച്ച. അതിനുശേഷവും കരയും, പക്ഷേ കൊച്ചുകുട്ടികളെപ്പോലെ നിർലജ്ജം ഒരിക്കലുമില്ല. ഇങ്ങനെയാവാം ഒരുപക്ഷെ നാമൊക്കെ കുട്ടിത്തം കൈമോശം വന്ന മുതിർന്നവരാകുന്നത്.